ഹലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ 2 ദിവസം മുന്നേ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു ഇന്നത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ. അത് ഞാൻ ഇട്ടതിന് കാരണം എന്ന് വെച്ചാൽ കമൻറ്റ്സ് കുറേ ഉണ്ട്. അപ്പോൾ കമൻറ്റ്സിനുള്ളൊക്കെ ഒരു റിപ്ലൈ ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്നൊക്കെ ഞാൻ ആ ഒരു പോസ്റ്റിന് കീഴിട്ടിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും മെസ്സേജ് കമൻസിനുള്ള മറുപടി തരൂല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ എല്ലാവരും ഒരേ ഇതിൽ തന്നെ ചോദിക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ അത് ഞാൻ എന്താ പറയുക, നമ്മൾ കമൻസിൽ പോയിട്ട് ഇങ്ങനെ നോക്കില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരുമ്പം ജസ്റ്റ് വായിച്ച് അങ്ങനെ ഇതാക്കണമെന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് എന്താ പറയുക ഇത്ര സബ്ബായിട്ടുള്ള അഹങ്കാരമാണ്, പിന്നെ വീഡിയോസ് മാത്രമായിട്ട് ഇൻകം കിട്ടാനുള്ളതുകൊണ്ടാണ് എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യല എന്നുള്ള ഉദ്ദേശത്തിന് മാത്രം കേട്ടോ. അല്ലാതെ ഞാൻ നിങ്ങൾ കമൻറ്റ്സ് ഇട്ടതിന് മറുപടി തരാത്ത ആളൊന്നുമല്ല. ഇനി ഞാൻ ആ വീഡിയോസ് ഇതായതുകൊണ്ട് ഇതിൽ എനിക്ക് വലിയ ജാടയാണെന്ന് അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ വിചാരിച്ച ആൾക്കാർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അതായത് നമ്മളെ വീഡിയോയ്ക്ക് കിടക്കുന്ന മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. എന്നാലും ഞാൻ എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നാൽ വീഡിയോയ്ക്ക് പോവാം. ഒരു വീഡിയോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലല്ലേ ഞാൻ ചെയ്യണം വിചാരിച്ചത്. കാരണം ഞാൻ ലീവിങ്ങിന്ന് ചെയ്യണം വിചാരിച്ചു. ഞാനൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴാണ് കറണ്ട് പോയത്. അപ്പോൾ ഒടുക്കത്തെ ചൂട്. പിന്നെ അതല്ല അവിടെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരുന്നു. അപ്പോൾ ഇവിടെയും ചൂടുണ്ട്, ഇവിടെ ചൂടില്ല എന്നല്ല. പക്ഷെ എന്നാലും ഈ ഒരു റൂമിൽ കുറച്ച് കൂളിങ്ങുള്ള റൂമാണ്. എന്ന് വെച്ചാൽ ബാക്ക് സൈഡ്, അതായത് ഞങ്ങളപ്പുറത്തെ സൈഡ് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ഞങ്ങളെ മരങ്ങളല്ല കേട്ടോ, വേറെ ആൾക്കാരുടെ മരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂളിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാണ് ഈ ഒരു റൂം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ചെയ്യണമെന്ന് വിചാരിച്ചത്. നമ്മുടെ ലിവിങ് ഏരിയ ആണ് ഇന്ന് അതിന് സെറ്റ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ് നമ്മളെ കമൻസിനുള്ള മറുപടിയാണെന്ന്. അപ്പോൾ കമൻസിനുള്ള മറുപടി ഞാൻ കമൻസ് ഫുള്ള് ഈ ഒരു ഡയറിയിൽ, സുധിയേട്ടൻ്റെ ഒരു ഡയറി കേട്ടോ. അതിൽ ഞാനൊരു 11 കമൻസ് വന്നിട്ടുള്ളൂ. ഞാൻ ആ കമൻറ്റ് പോസ്റ്റ് ഇട്ടൻ്റെ അടിയിൽ. പിന്നെ അതുകൂടാതെ നമ്മൾ ഓരോ വീഡിയോസിലും കമൻസ് ഇട്ടിരുന്നു ആൾക്കാർ. അപ്പോൾ അതിനുള്ള മറുപടിയും കൂടിയായിട്ട് ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും അതൊക്കെ പോകണം. സ്റ്റിക്കൊക്കെ പോവുകയാണ് ഗായ്സ്. ഞാനൊരു നാക്കിൽ വെച്ചതാണ് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ പറയാൻ വന്നത്, നമ്മളെ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ ഇന്നും നല്ലൊരു സൂപ്പർ ഇത് എന്ന് വെച്ചാൽ ലിവിങ് ഏരിയ ആയതുകൊണ്ട്. പിന്നെ ഈ കറണ്ട് വന്നാൽ എന്തായാലും പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞൊരു 11 കമൻസാണ് ഞാൻ ആ കമ്മ്യൂണിറ്റി പോസ്റ്റിലുള്ള ക്വസ്റ്റ്യന് വന്നായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സീനത്ത് ഷക്കീർ എന്നുള്ളത്. അവരുടെ ഞാൻ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് ചെയ്തില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാം ഫസ്റ്റ് പറഞ്ഞ വീഡിയോസ് എല്ലാം സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഞാൻ അന്ന് നവ്യനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പോകുമ്പോൾ ഞാൻ പല്ലേക്കുന്നൊരു ബ്രഷ് ചെയ്യുന്നൊരു ഭാഗം ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അതിങ്ങനെ എടുക്കരുത്, അവർക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ്സ് ഇട്ടത്. ഞാൻ പിന്നെന്താ അവരിട്ടത്, വേറെ എന്തോന്നും കൂടി ഇട്ട്. ഞാൻ എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല, ആ ഒരു ഇതുകൊണ്ടാണ്. എന്തായാലും ആ കമൻറ്റ്സ് ആ വീഡിയോയിലുണ്ട്, ആ കമൻറ്റ് ഒന്ന് പോയി കാണാത്തവർ. അപ്പോൾ എന്തായാലും ഞാനത് നമ്മളെ ഒരു മോർണിംഗ് റൂട്ടീനാണ്, അത് ശരിയാണ്. അതൊരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, അതും ശരിയാണ്. എന്നാലും ഞാനൊന്ന് ഇട്ടു എന്നുള്ളൂ. അപ്പോൾ അതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്ത് കാണാം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇനി എന്തായാലും നല്ല വീഡിയോസ് ഇടാൻ നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വീഡിയോസിനൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓക്കെ, അത്ര സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിക്കണം. പിന്നെ ആ ഒരു പോർഷൻ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ, ആ ഒരു ഭാഗത്ത്. പിന്നെ സുധിയേട്ടൻ പല്ലെന്തോ ഇതാക്കിയത്, അത് ഞാൻ ജസ്റ്റ് ഇട്ടെന്നുള്ളൂ. സുധിയേട്ടനോട് പറഞ്ഞിരുന്നു ഇഞ്ചി അതൊന്നും ഇടരുത് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പായി പോയതാണ്. സുധിയേട്ടൻ അത് ഇതാക്കണതിൻ്റെ അതൊന്നും എൻ്റെ അടുത്ത് പറ്റിയതാണ്. സുധിയേട്ടനോട് പറഞ്ഞിരുന്നു അത് ഇടണ്ട എന്നുള്ളത്, ആ ഒരു ഭാഗം ഇടണ്ട എന്ന് പറഞ്ഞിരുന്നു. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു സുധിയേട്ടൻ, എൻ്റെ അടുത്ത് പറ്റിയൊരു തെറ്റാണ് അത്, സോറി. പിന്നെ അതാണ് സീനത്ത് ഷക്കീറിൻ്റെ. ഞാൻ ഫുള്ളായിട്ടും ക്വസ്റ്റ്യൻ ആക്കിയില്ല. ഞാൻ ചെയ്ത എൻ്റെ അടുത്തുള്ള ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന വേറെ ഫോണ് കാണില്ല. ഞാനത് പരിപാടിക്ക് ഞാൻ സംഭവം ഇവിടെ ഈ റൂമിൽ ഇവിടെ ഈ അൽമാറിൻ്റെ ആ ഷെൽഫിൽ കണ്ടതാണ്. ഞാനും പിള്ളേരൊക്കെ കണ്ടതാണ്, അനുമോൾ മോട്ടിയൊക്കെ കണ്ടതാണ്. പക്ഷെ പിന്നെ എവിടെയാണോ ആ ഫോണുള്ളതെന്ന് ആർക്കൊരു പിടിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ ആ ഫോൺ മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഞാൻ ആ ഫോണിൽ നോക്കിയിട്ട് കമൻറ്റ്സ് വായിക്കൽ. വീഡിയോ ചെയ്യണതിൻ്റെ ഇടയിൽ സുധിയേട്ടൻ ഉച്ചയ്ക്കുള്ള വീടുണ്ട്. ഉച്ചയ്ക്ക് അതല്ല, ചോറ് കഴിച്ച ശേഷം നമ്മൾ കഴിച്ചോ അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് സുധിയേട്ടൻ വിളിക്കും. അപ്പോൾ അങ്ങനെ വിളിച്ചു, അപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞാണ്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് കമൻറ്റ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് കമൻറ്റ് രജനി പിള്ള, അവരെടുത്തത് വീട് പണിക്ക് എത്ര കോസ്റ്റായി, എത്രയാണ് സ്ക്വയർ ഫീറ്റ് ആയത്. ശരിക്കും നമ്മളെ വീട് വെക്കാനുള്ള ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർക്ക് ഏരിയ കൂട്ടില്ലായിരുന്നു, പിന്നെ മുകളിലത്തെ റൂമും ഹാളും സിറ്റ് ഔട്ടൊന്നും കൂട്ടില്ലായിരുന്നു. അതൊക്കെ പിന്നെ എത്രയാണ് അതിൻ്റെ കാൽക്കുലേഷൻ ഇതൊക്കെ ഉള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലൊരു എൻ്റെ ഒരു ഇതിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ, അതായത് വർക്ക് ഏരിയ കൂട്ടാതെ ഇവിടെ താഴെ തന്നെ എന്താ നമ്മളെ ഇതും കൂട്ടിയിട്ട് ഇതില്ലേ കോണിപ്പടീൻ്റെ ആ ഒരു സ്റ്റെപ്പില്ലേ, എന്താ കോണിക്കൂട് ഏരിയ, ആ ഒരു ഏരിയയും കൂട്ടിയിട്ട് തന്നെ 1180-90 അങ്ങനെ എന്തോ സ്ക്വയർ ഫീറ്റ് ഉള്ളത്. അതുകൂടാതെ ഇതൊക്കെ ഉള്ളത്. അപ്പോൾ മിനിമം ഒരു 1800-900 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. അത് ഞങ്ങൾക്ക് അതിൻ്റെ ഇതൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഇപ്പം വീട് വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരിത് കിട്ടുമല്ലോ, നമ്മളെ എന്താ പറയുക, എന്തായിരുന്നു നമ്മുടെ വീട്ടിൽ നമ്പർ കിട്ടുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇത് ആഡ് ചെയ്യുമല്ലോ നമ്മൾ പഞ്ചായത്തിക്കും വില്ലേജിക്കൊക്കെ. അപ്പോൾ അതിൻ്റെ അതിലുണ്ട് നമ്മളെ മൊത്തമായിട്ടുള്ളൊരിത്. അത് ഞാൻ അന്നാൾ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നത് സുധീർട്ടൻ്റെ ഫോണിൽ അങ്ങനെ എന്താണ്. അപ്പോൾ അത് എത്രയാണെന്ന് ജസ്റ്റ് എൻ്റെ ഒരു കണക്കിൽ 1800-900 ആ ഒരു ഇടയിലാണ് അത് ഞാൻ പറഞ്ഞത്. അത് പിന്നെ നമ്മൾ കോസ്റ്റ് ആയത് ഇത്രയും നമ്മൾ കോസ്റ്റ് നോക്കി വെച്ചപ്പം 4,73,000 സംതിങ് അങ്ങനെ എന്താണ് നമുക്ക് ഫുള്ളും കോസ്റ്റ് വന്നത്. 4,73,000 സംതിങ് ആണ് കോസ്റ്റ് വന്നത്. അത് കൂടാതെ കൂട്ടാത്തൊക്കെ ഉണ്ട് കേട്ടോ, എവിടേക്കോ എന്തൊക്കെ അല്ലാതെ ചില്ലറ കൂട്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് ഒരു 25 ലക്ഷം ഉണ്ടാവും എന്തായാലും. അതാ സുധേട്ടനും പറഞ്ഞത്. ഞാനിപ്പം നമ്മൾ ഇവിടേക്ക് താമസം മാറുന്നതിൻ്റെ മുന്നേ ഞാൻ അതൊക്കെ ഒന്ന് കൂട്ടി നോക്കി. അപ്പം തന്നെ എനിക്ക് കിട്ടിയതാണ് 24,50 സംതിങ് കേട്ടോ. അതിനോട് പിന്നെ വേറെ എന്തോ ഒരു ബില്ല് ഞങ്ങൾ കൂട്ടി, വേറെ എന്തോ ഇവിടേക്ക് ആവശ്യമുള്ള എന്തോ കൂട്ടി, അത് കൂട്ടിയിട്ടാണ് പറഞ്ഞത്. അതുകൂടാതെ പിന്നെ വേറെ എക്സ്ട്രാ ഓരോ സാധനങ്ങൾ വാങ്ങിയതിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ മുകളിലേക്ക് ക്ലോസറ്റ് വാങ്ങിയതിൻ്റെ അതിൻ്റെ പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയതിൻ്റെ ഇതുണ്ട്. അതൊക്കെ അതൊക്കെ ഇതൊന്നായി കൂട്ടിയിട്ട് 25 ലക്ഷം എന്തായാലും ഉണ്ടാവും. അതിന് മേലേക്ക് പോയാൽ ഇങ്ങനത്തെ ഉള്ളൂ. ഇനി ഒന്നും കൂടി എനിക്ക് ആ ഒരു കാൽക്കുലേഷൻ ഇനിയും ചെയ്യണം. എൻ്റെ ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിലല്ല, സുധേട്ടൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 25 ലക്ഷം എന്തായാലും ഞങ്ങൾക്കായി ഉണ്ടാവും. ഇനി മേലേക്ക് പോയെങ്കിൽ അത്ഭുതമുള്ളൂ, എന്തായാലും കുറയില്ല, അതിക്ക് എന്തായാലും ഉറപ്പാണ്. അപ്പം അത്രയാണ് രജനി പിള്ള എന്ന് അവർ കമൻ്റ് ഇട്ട് അതിന് ആൻസർ. പിന്നെ സജിത്ത് എനിക്ക് എന്താണ് ഞങ്ങൾക്ക് ജോബ്, രണ്ടാളും പഠിച്ചത് എവിടെയാണ്, പിന്നെ കറക്റ്റ് പ്ലേസ്, പിന്നെ ചിന്നുവിൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് അവർക്ക്. ഞാൻ ആ ക്വസ്റ്റ്യൻ ആ കമൻറ്റ് കുറച്ച് ഇതായിട്ടുള്ള എഴുതിയത്. എന്ന് വെച്ചാൽ ഞാൻ എഴുതി തരുന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. പിന്നെ അതല്ല കണ്ണമോനെ അംഗനവാടി പോയിരുന്നു. അപ്പോൾ 3:00 അവനെ വിളിക്കാൻ പോകണം. അപ്പോൾ അതിനുള്ളിൽ അവൻ വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. ഫോൺ ചിലപ്പോൾ അവൻ്റെ അടുത്തായിരിക്കും. പിന്നെ ശ്രീക്ക് വന്നാൽ അവൾക്കും വേണ്ടിയും ഫോണ് കുറച്ച് നേരം കാണാൻ. അപ്പോൾ എൻ്റെ വീഡിയോ പരിപാടികളൊന്നും നടക്കില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവർ വന്നതിൻ്റെ ശേഷം ആണ് എനിക്ക് ഇനി പുറമെ മുറ്റമൊക്കെ അടിക്കാൻ അങ്ങനെ വൃത്തിയാക്കാനുണ്ട്. അപ്പം അതടിച്ച് വാരി പിന്നെ ചണ്ടിയൊക്കെ കത്തിക്കാൻ അങ്ങനത്തെ എല്ലാവരും ചില്ലറ പരിപാടിയുണ്ട്. അപ്പോൾ അവർ വന്ന ശേഷം എന്തായാലും നടക്കില്ല ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഇത് എഴുതി വെച്ചത്, മെനക്കെട്ടാണെങ്കിലും അത്യാവശ്യം എഴുതി വെച്ചത്. അപ്പോൾ സജിത്ത് എനിക്ക് ചോദിച്ചത് ജോബ് എന്താണെന്നുള്ള. ഞാൻ ഇപ്പോൾ ഹൗസ് വൈഫാണ്. പിന്നെ ഏട്ടന് ഇതാണ് ഇൻഡസ്ട്രിയൽ വർക്കാണ്. അവർ ഓടി ഷീറ്റ് അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതാക്കുക. പിന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഞങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ കട്ടിൽ വർക്ക് സുധേട്ടൻ ചെയ്താണ്. പിന്നെ നമ്മളെ വാഷ് ബേസിൻ്റെ അവിടെ വർക്ക് ഞാൻ ഡീറ്റെയിലായിട്ട് ഇനി എന്തായാലും വേറൊരു നമുക്ക് ഡീറ്റെയിലായിട്ട് എൻ്റെ ഹോം ടൂർ എന്തായാലും ചെയ്യും. ഞാൻ മുകളിലത്തെ പോർഷനൊന്നും അധികം കാണിച്ചിട്ടില്ല. അപ്പോൾ അതിനെ വെച്ചിട്ട് എന്തായാലും ഹോം ടൂർ ഞാൻ എന്തായാലും ചെയ്യണം, അടുത്തന്നെ ചെയ്യും. അപ്പോൾ ആ വീഡിയോയിലുണ്ടാവും എന്തായാലും സുധേട്ടൻ ചെയ്ത വർക്കും അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളും മീൻസ് ഞങ്ങൾക്ക് അധികം ചിലവായില്ല. എന്നാലും സുധേട്ടൻ ഇവിടെയുള്ള സാധനം കൊണ്ട് ഇതാക്കിയതാണ്, ഒരുവിധം വർക്കൊക്കെ എടുത്തതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറമേ നിന്ന് വേറെ ഇരുമ്പും കാര്യങ്ങളൊന്നും സാധനങ്ങൾ പൈപ്പൊന്നും വാങ്ങേണ്ടി വന്നില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ തന്നെ അത്യാവശ്യം നമ്മളിപ്പോൾ ഒന്ന് പൊളിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കാന്നറിയില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ എടുത്ത പണികൾ കൂടുതലുണ്ടായിരുന്നത്. പിന്നെ സുധേട്ടന് പണിക്കൂലി വേണ്ടെന്ന് വെച്ചാൽ പണി അറിയണമുണ്ട്, അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ സുധേട്ടൻ ഇൻഡസ്ട്രിയൽ വർക്കാണ്. പിന്നെ പഠിച്ചത് സുധേട്ടൻ 10 വരെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസം അയാട്ട കോഴ്സ് കഴിഞ്ഞാണ് 1 ഇയർ ആ കോഴ്സ് കഴിഞ്ഞു.
പിന്നെ ട്രാവൽസിൽ വർക്ക് ചെയ്തിരുന്നു. നമ്മൾ കോഴിക്കോടുള്ള ഫ്ലൈ ഹിന്ദിയിൽ ട്രാവൽസിൽ വർക്ക് ചെയ്തിരുന്നു. അത് 2 മാസം വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിന് ഞങ്ങൾ കറക്റ്റ് പ്ലേസ് പറഞ്ഞാൽ ഇവിടെ വളാഞ്ചേരിയാണ്. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്തിനടുത്ത്, അതായത് കാടാമ്പുഴ. നമ്മൾ പറയുകയാണെങ്കിൽ കാടാമ്പുഴ എന്നൊരു 5-6-7 കിലോമീറ്റർ ഒറ്റേ ഉള്ളൂ തോന്നുന്നു നമ്മൾ വളാഞ്ചേരിക്ക്. അപ്പം ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി വെണ്ടല്ലൂർ പറമ്പത്താവിനടുത്തായിട്ടാണ് ഞങ്ങളുടെ വീട് വരുന്നത്. പിന്നെ എൻ്റെ വീടിങ്ങി പറഞ്ഞില്ലെന്ന് വിചാരിക്കണ്ട. എൻ്റെ വീട് വരുന്നത് ഇടിമുഴിക്കൽ എന്ന സ്ഥലത്ത്. നമ്മൾ കോഴിക്കോടിൻ്റെ മലപ്പുറത്തിൻ്റെ ഒരു അതിർത്തി എന്നൊക്കെ പറയാം. ഇടിമുഴിക്കൽ എന്ന സ്ഥലത്താണ്, ചേലാമ്പ്ര, അവിടെയാണ് എൻ്റെ വീട്. പിന്നെ ചിന്നുവിൻ്റെ ലൈഫിന് സിസ്റ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ എന്തുവാണ് ആ ക്വസ്റ്റ്യൻ്റെ ഇത്? അതെന്ന് വെച്ചാൽ അവരുടെ ലൈഫാണ്. അപ്പോൾ അവൾക്ക് എന്തായാലും ഹാപ്പി ആയിരിക്കുക. ചിന്നുവിൻ്റെ ആ കാര്യത്തിൽ ഞാൻ അവൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് തന്നെ എൻ്റെ ഒരു വിശ്വാസം. എന്നാലും നമുക്ക് മനുഷ്യന്മാരായാലും ഓരോ സമയത്തിനുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ സമയം ശരിയല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അനു എങ്ങനത്തെ ആളാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ഓരോ സമയത്ത് മനുഷ്യന്മാരെ ഇതുണ്ടാവണം, ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിലൂടെയാണ് ഇപ്പോൾ അവർ സഞ്ചരിക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ ആ ഒരു ഇതിൽ. എന്നാലും അനു ചിന്നു എന്ന് പറഞ്ഞാൽ നല്ല ഒരു പേഴ്സൺ തന്നെ ആയിരുന്നു അനു, ഇല്ലയെന്ന് ഞാൻ പറയില്ല. എപ്പോഴും നല്ലൊരു പേഴ്സണാണ്. പക്ഷെ നമ്മളെ വിധി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇത് കൂടെയാണ് ഇപ്പം സഞ്ചരിക്കണമെന്ന്, അത്രമാത്രം. പിന്നെ കഴിഞ്ഞിട്ട് ഇതെന്തെന്ന് പേര്, ഷാരിസ് ചന്ദ്രനോ? ഒരു മിനിറ്റ്, ഞാനെന്തോ അവരുടെ പേരൊന്ന് നോക്കട്ടെ. അപ്പോൾ അവരുടെ പേര് ശരത്ചന്ദ്രൻ, അങ്ങനെ ആയിരുന്നു കേട്ടോ അവരുടെ പേര്. അപ്പോൾ അവർ ക്വസ്റ്റ്യൻസ് ആദ്യം പറഞ്ഞിട്ടുണ്ട് വീട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസിലുള്ളത് വീട് പണിയാൻ വേണ്ടി മൊത്തം എത്ര രൂപയായി? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പഴയ വീട്ടിൽ ആരാണ് താമസിക്കുന്നത്? കറണ്ട് വന്നിട്ടോ, നമുക്ക് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്താലോ. അപ്പോൾ നമുക്കൊന്ന് അവിടെ പോയിരിക്കാം. അപ്പം ഞാനങ്ങനെ ഞങ്ങളല്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്താണ്. അപ്പം അവർ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നാമത്തെ, വീട് പണിയാൻ വേണ്ടി മൊത്തം എത്ര രൂപയായി? ഞാൻ പറഞ്ഞല്ലോ ഒരു 25 രൂപ. 25 രൂപ അല്ല, 25 ലക്ഷം. അങ്ങനെ കേട്ടോ ഞാനൊരു കണക്കൂട്ടി. ഇനിയും ഞാൻ പറഞ്ഞത് ഇനിയും കൂട്ടാണ്ട്. അപ്പോൾ ഇനിയും കൂട്ടുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോയില്ലെങ്കിൽ നമുക്ക് അത്ഭുതമുള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. പിന്നെ പഴയ വീട്ടിൽ ആരാണ് താമസിക്കുന്നത്? പഴയ വീട്ടിൽ ഇപ്പോൾ അമ്മ ഉണ്ട്, ഏട്ടൻ്റെ അമ്മ ഉണ്ട്. പിന്നെ ഏട്ടൻ്റെ ചേച്ചി, 2 പെൺകുട്ടികൾ. അവർ 4 അവർ 5 അവിടെ താമസിക്കുന്നത്. ഞങ്ങളും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ചിന്നു പോയ അനുവിൻ്റെ അച്ഛനും അമ്മയും, ചിന്നു പോയോ? അനുവിൻ്റെ അച്ഛനും അമ്മയും വന്നല്ലോ, ഒരുപാട് സന്തോഷം. ചിന്നു ഇപ്പം മിനിഞ്ഞാന്ന് ഞായറാഴ്ച അവൾ പോയത്. അച്ഛനും അമ്മയും അവിടെ കൊണ്ടാക്കി കൊടുത്തു, അവരിങ്ങോട്ട് പോകുകയും ചെയ്തു. ചിന്നു പോയി. പിന്നെ അനുവിൻ്റെ അച്ഛനും അമ്മയും വന്നതിൻ്റെ സന്തോഷം. അതുതന്നെ ഞാൻ ഇപ്പം ആ ഒരു വിഷയം വന്നപ്പോഴാണ് പറഞ്ഞാൽ, ഞങ്ങൾ പാലുകാച്ചൽ വന്നത് സെപ്റ്റംബർ 14 തീയതി, അതായത് ഉത്രാടത്തിൻ്റെ അന്നാണ് ഞങ്ങൾ പാലുകാച്ചൽ വന്നത്. ഞങ്ങൾ പിന്നെ ഫംഗ്ഷൻ നടത്തിയത് പിറ്റേത്തെ ശനിയാഴ്ച 14 തീയതി കഴിഞ്ഞ് 21 തീയതിയാണ് ഞങ്ങൾ ഫംഗ്ഷൻ നടത്തിയത്. അപ്പോൾ പാലുകാച്ചലിൻ്റെ അന്ന് നവ്യ വന്നിട്ടില്ല. നവ്യയ്ക്ക് പകരം മോളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നവ്യ അമ്മയും അച്ഛനും ഓളെ അവിടെ കൊണ്ടാക്കി, എന്നിട്ട് വരുമ്പോൾ മോളുണ്ടായിരുന്നു കൂടെ. അത് ഞങ്ങൾ പാലുകാച്ചലിൻ്റെ 2-3 ദിവസം മുന്നെയാണ് നവ്യനെ അവിടെ കൊണ്ടാക്കി മോളും കൂട്ടിയിട്ട് അമ്മ ഇങ്ങോട്ട് പോകുന്നത്. അപ്പം നവ്യന് ഞങ്ങളെ പാലുകാച്ചലിന് മോളുണ്ടായിരുന്നു, അമ്പൂട്ടി ഉണ്ടായിരുന്നു അമ്മൻ്റെ കൂടെ. അപ്പോൾ അത് 14 തീയതി നടന്നത്, അതായത് ഉത്രാടത്തിൻ്റെ അന്ന്. പിന്നെ ഞങ്ങൾ ഫംഗ്ഷൻ വെച്ച് 21 തീയതിയാണ്. ചിന്നിയൊക്കെ വരുന്നത് 20 തീയതിയാണ്, വെള്ളിയാഴ്ചയാണ് അവർ വരുന്നത്. അപ്പോൾ അന്നാണ് തലേ ദിവസമാണ് അവർ വരുന്നത്. അവരെ പിക്ക് ചെയ്യാനാണ് ഞങ്ങൾ പോയത്. പിന്നെ അന്ന് ഉച്ചയൊക്കെ ആകുമ്പോഴാണ് ചിന്നുവിൻ്റെ അമ്മയും അച്ഛനും, അതായത് അനുവിൻ്റെ അമ്മയും അച്ഛനും പിന്നെ എൻ്റെ അമ്മയും അച്ഛനൊക്കെ വരുന്നത്. എൻ്റെ അമ്മയച്ഛൻ വരുമ്പോൾ അവർ കുറ്റിപ്പുറത്ത് ഇറങ്ങിയിരുന്നു, അനുവിൻ്റെ അമ്മയും അച്ഛനും. അപ്പോൾ അവരെയും കൂടി പിക്ക് ചെയ്തിട്ടാണ് അവർ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ പാലുകാച്ചൽ കഴിഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ ഫംഗ്ഷൻ വയ്ക്കുന്ന ആ ഒരു രീതിയിലൊരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ അങ്ങനെ ഇട്ടത്. ശരിക്കും എനിക്ക് ഞങ്ങൾ പാലുകാച്ചലിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓണം കഴിഞ്ഞ അന്ന് തന്നെ എനിക്ക് ഈ വീഡിയോ ഇടായിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ നമ്മളൊരു കണ്ടിന്യൂഷൻ കിട്ടിക്കോട്ടെ വിചാരിച്ച്. എന്ന് വെച്ചാൽ ഈ കാണുന്നവർക്കാണെങ്കിലും നമ്മൾ ഇടുന്നവർക്കാണെങ്കിലും ഒരു കൂടുതലൊരു ക്ലാരിറ്റി കിട്ടിക്കോട്ടെ, ഒരു
എന്താ പറയുക ഒരു സന്തോഷമായിക്കോട്ടെ, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ എന്ത് ചെയ്ത് ആ ഒരു ഇതിനനുസരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ പാല് കാച്ചൽ. അതിന് മുന്നേ ഞങ്ങൾ കുറേ പർച്ചേസിങ് ഇടയ്ക്കും സുഖമായിട്ട് പിന്നെയും വിളിച്ചിട്ട ആ ഒരു ഇതുകൊണ്ടാണ്. പിന്നെ ഞാൻ ആ ഒരു ഇത് കിട്ടിക്കോട്ടെ വിചാരിച്ചാണ് ഞാൻ എന്ത് ചെയ്തത് വീഡിയോ അങ്ങനെ ഇട്ടത്. നമ്മൾ പാല് കാച്ചൽ കഴിഞ്ഞു പിറ്റേ ദിവസം ഫംഗ്ഷൻ വെക്കുന്ന ആ ഒരു രീതിയിൽ ഞാൻ വീഡിയോ ഇട്ടത്. എന്ന് വെച്ചാൽ കാണുന്നവർക്ക് ഒരു ബോർ വേണ്ട. എന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇത് പോയി നമ്മൾ ആ ഒരു വൈബ് പോകും. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് അതിൻ്റെ പിന്നാലെയാണ് ഞാൻ ഈ ഗിഫ്റ്റിൻ്റെ വീഡിയോ ഇട്ടത്. അങ്ങനെ പോകുന്നത്. പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തത് ഞങ്ങൾ നബിദിനത്തിൻ്റെ അന്ന്. നബിദിനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച അന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് അന്ന് എടുത്ത് വെച്ചാണ്. അത് പിന്നെ ഞാൻ അതിൽ പറയുന്നുണ്ട്, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇടുന്നുണ്ടോ എന്നൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പം ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ ഒരു വൈബ് എന്ന് വെച്ചാൽ ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ ഒരു കാണുന്നവർക്ക് ഒരു ത്രില്ലല്ലേ വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. അപ്പം ചിന്നുൻ്റെ അമ്മേൻ്റെയും അനുവും വന്നല്ലോ, ആ സന്തോഷമായി എന്നുള്ള കാര്യം പറഞ്ഞ പണിക്ക് ഇതിൻ്റെ ഓർമ്മ എന്ന് വെച്ചാൽ അറിയാത്തവർക്ക്. ഇപ്പം എന്താ പല രീതിയിൽ പല ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത് പറഞ്ഞു തന്നത്. പിന്നെ അവർ ചിന്നുൻ്റെ അച്ഛനും അമ്മയും, അതായത് അനുവിൻ്റെ അച്ഛനും അമ്മയും പോയത് പിന്നെ പരിപാടിൻ്റെ അന്ന് ശനിയാഴ്ച 7:30 8 മണിക്കൊക്കെ ട്രെയിനുള്ളത്. അപ്പോൾ എൻ്റെ അനിയ ഉണ്ണിയാണ് അവരെ കുറ്റിപ്പുറത്ത് കൊണ്ടാക്കിയത്. അതുകൂടാതെ അതിൻ്റെ തമിഴ്നാട്ടിൽ നിന്നൊരു മാമൻ വന്നിരുന്നു, എൻ്റെ അമ്മൂമ്മൻ്റെ അനിയത്തിൻ്റെ മകൻ വന്നിരുന്നു. അവർ ശനിയാഴ്ച 3:30ക്കാണ് അവരിവിടെ എത്തിയത്. 3:30 ഉച്ചയ്ക്ക് ഇവിടെ എത്തിയത്. 7:30 8 മണീൻ്റെ ട്രെയിനിന് അവരും പോയി. രാത്രി ജസ്റ്റ് ഒന്ന് വന്ന് വീട് കണ്ട് അങ്ങനെ ഇതാക്കി പോയി. മാമൻ എന്ന് വെച്ചാൽ പോലീസാണ്, റെയിൽവേ പോലീസാണ് തൃശ്ശിയിൽ. അപ്പോൾ ആ ഒരു നമ്മളെ ജോലീൻ്റെ ഒരു ഇതുകൊണ്ട് മാമൻ വേഗം വന്ന് പോവുക ചെയ്തത്. അപ്പോൾ അവരെ രണ്ടാളും ഒപ്പാണ് ഉണ്ണി കൊണ്ടുവിട്ടത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത് സുധിച്ചേട്ടൻ്റെ അമ്മ ആരുടെ കൂടെയാണെന്നാണ്. അമ്മ അതാ വീട്ടിൽ തന്നെ ഉണ്ട്, അതായത് തറവാട്ടിലാണ് അമ്മ നിൽക്കുന്നത്. അവിടെ ചേട്ടനും, അതായത് സുധിച്ചേട്ടൻ്റെ ചേട്ടനും ചേച്ചിയും പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നത്. പിന്നെ മോൾ എത്രാം ക്ലാസ് പഠിക്കുന്നു അവരെ ക്വസ്റ്റ്യൻ, അവർ 5 ക്വസ്റ്റ്യൻ ചോദിച്ചു. 5ാമത്തെ ക്വസ്റ്റ്യൻ മോൾ എത്രാം ക്ലാസ് പഠിക്കുന്നത്. ശ്രീകുട്ടി UKG പഠിക്കുന്നത്. ഇവിടെ വണ്ടലൂർ തന്നെയാണ് UKG പഠിക്കുന്നത്. പിന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആതിര അമിത്. എടാ നല്ല വീടാണ് കേട്ടോ, കൺഗ്രാസ് ചെയ്യുക. ചേട്ടനും ചെയ്ത കട്ടിൽ നന്നായിട്ടുണ്ട്. ചേട്ടൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്. ശ്രീകുട്ടി എത്രയിലാണ് പഠിക്കണത്. അപ്പോൾ കട്ടിൽ ചെയ്ത അതിൻ്റെ സുധേട്ടൻ ചെയ്ത ഓരോ വർക്ക് തന്നെ എന്ന് വെച്ചാൽ കട്ടിൽ ഞാൻ കാണിച്ചിരുന്നു. പിന്നെ വേറെ ഓരോ വർക്ക് ചെയ്തത്. അപ്പോൾ അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സുധേട്ടനുള്ള ഒരു ഇതാണ് വിഷയമാണ് ഞാൻ സുധേട്ടനോട് പറഞ്ഞുകൊണ്ട്. പിന്നെ എന്താ പറയുക, ചേട്ടൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്ന്. സുധേട്ടന് 2 ചേച്ചിമാരും ഒരു ഏട്ടനാണുള്ളത്. ചേച്ചിമാർ 2 കല്യാണം കഴിച്ച് അവർ മക്കളൊക്കെ ആയിട്ട് കഴിയുന്നു. പിന്നെ ഏട്ടന് 2 പെൺകുട്ടികളാണ്, അവർ കല്യാണം കഴിച്ച 2 പെൺകുട്ടികളാണ്. പിന്നെ ശ്രീകുട്ടി എത്രയിലാണ് പഠിക്കുന്നത്. ശ്രീകുട്ടി UKG പഠിക്കുന്നത്. പിന്നെ ഇനിയുള്ളത് അജിത രതീഷ്. വീട് സൂപ്പറായി. എത്ര സ്ക്വയർ ഫീറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ സ്ക്വയർ ഫീറ്റ് ഒരു 1800 1900 ഇടയിൽ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇത് വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്തായാലും ഞാൻ ഇനി സ്ക്വയർ ഫീറ്റിൻ്റെ കണക്കൊക്കെ അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇനി എന്തായാലും ഞാൻ സ്ക്വയർ ഫീറ്റിൻ്റെ കണക്ക് കൃത്യമായിട്ട് ഞാൻ എന്തായാലും നമ്മളെ ഇനിയുള്ള ഹോം ടൂറിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഇതിൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞില്ല 1900 അതിൻ്റെ എന്തോ ഒരു ഇതാണ്. ഞാൻ അതിൽ കൂടിയൊന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഒരു മനസ്സിലത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ പ്ലാൻ കൊടുക്കൂലേ, വീടിൻ്റെ പെർമിഷൻ എടുക്കുന്നുണ്ട്, ആ ഒരു ഇതിൽ അത്രയാണ് കാണുന്നത്. ഇനി അതിൽ കൂടിയതൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഞാൻ ആ ഒരു ഇത് സുധേട്ടൻ്റെ ഫോണിലുണ്ട്. ഇപ്പം എന്തായാലും സുധേട്ടൻ ഇവിടെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പം തന്നെ ഞാൻ അതൊന്ന് ചെയ്യേണ്ടത്. പിന്നെ അവർ ചോദിച്ച സ്ക്വയർ ഫീറ്റിൻ്റെ അതിൻ്റെ സ്ക്വയർ ഫീറ്റുകൾക്ക് ഞാൻ അപ്പിട്ടുണ്ട്. പിന്നെ ജിത BP അവർ പറഞ്ഞത് സുധിച്ചേട്ടൻ്റെ അമ്മയല്ലേ എന്ന്. സുധിച്ചേട്ടൻ്റെ അമ്മ ഉണ്ട്. അമ്മ അത് അവിടെ തറവാട്ടിലാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് വരും, വന്ന് നിന്നിട്ടില്ല നിൽക്കാൻ. അമ്മ വരണ്ട് പറഞ്ഞു. ഒരു ദിവസം താമസിക്കാൻ തന്നെ, രാത്രി താമസിക്കാൻ തന്നെ വരണ്ട് പറഞ്ഞാണ്. പിന്നെ അമ്മ പുറമെന്ന് വെച്ചാൽ ആ വീട് വെച്ച് വേറെ വീട്ടിലേക്ക് വന്ന് നിന്നിട്ടില്ലല്ലോ. ആ ഒരു ഇതുകൊണ്ട് നിൽക്കലുണ്ടെന്ന് പ്രത്യേക ഇതിലിട്ടോ, പ്രത്യേക സാഹചര്യത്തിൽ. അതായത് ചേച്ചിമാരുടെ വീട്ടിലൊക്കെ പോയി നിൽക്കല്ലാതെ അങ്ങനെ പിന്നെ അമ്മ പോയി നിന്നിട്ടില്ല.
അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അടുത്തല്ല അമ്മ എന്താ പോയി നിൽക്കാത്തത്, അമ്മ എന്തായാലും വരും എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ വരുന്ന ദിവസം ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കണ്ടേ. പിന്നെ ഇങ്ങനെയുള്ളത് ആതിര സുകേഷ് വീട് പണി കരാർ കൊടുത്തതാണോ ചോദിക്കുന്നുണ്ട്. അതെല്ലാവരും ഒരുവിധ ആൾക്കാർ ചോദിക്കുന്നത് കരാർ കൊടുത്തതാണെന്ന് വെച്ചാൽ ഞങ്ങൾ 9 മാസം കൊണ്ടാണ് ഞങ്ങൾ 9 കറക്റ്റ് പറഞ്ഞാൽ 9 മാസം കൊണ്ട് 10 മാസം കൂട്ടിപ്പോൾ 10 മാസം കൊണ്ടാണ് ഞങ്ങൾ വീട് പണി ഇതാക്കിയത്. പക്ഷേ കരാർ കൊടുത്തിട്ടില്ല. ഞങ്ങളിത് തന്നെ എന്ന് വെച്ചാൽ പണിക്കർ പറഞ്ഞു 1 വർഷത്തിനുള്ളിൽ കയറാൻ. അപ്പോൾ ആ ഒരു രീതിക്ക് ഇതാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഞങ്ങൾ 1 വർഷത്തിനുള്ളിൽ കയറാൻ പറഞ്ഞപ്പോൾ ശ്രീകുട്ടീൻ്റെ പിറന്നാൾ തൊട്ട് നോക്കുമ്പോൾ തുലാമാസമാണ് ശ്രീകുട്ടീൻ്റെ പിറന്നാൾ. നമ്മൾ മലയാള മാസം നോക്കുമ്പോൾ തുലാമാസമാണ്. അപ്പോൾ ആ രീതിയിൽ കയറണം വെച്ചിട്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്തേക്ക് ഞാൻ ശ്രീകുട്ടിനെ ഈ വർഷം മലയ്ക്ക് കൊണ്ടുപോകണമെന്നുണ്ട് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ മാത്രമല്ല സുധേട്ടൻ്റെയും കൂടി. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ മലയ്ക്ക് പോകണം. അതായത് കന്യാസ്വാമിമാർ തുലാമാസം മുതലേ നോൻപെടുക്കും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ കുറച്ചും കൂടി നേരത്തെ ആയത്. അപ്പം പിന്നെ ഉള്ളത് കണ്ണൻ്റെ ബർത്ത്ഡേൻ്റെ ഇതാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് ആയിക്കോട്ടെ കയറലെന്ന് വെച്ചിട്ട് അപ്പോൾ സുധേട്ടൻ പറഞ്ഞു എന്നായിക്കോട്ടെ എന്നാൽ കണ്ണമ്മോൻ്റെ ബർത്ത്ഡേക്ക് കയറാമെന്നുള്ള ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഓണത്തിന് ആ സമയത്ത് കയറാമെന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ ഇടിപിടിയാന്ന് പറഞ്ഞിട്ട് വീട് പണി വേഗം നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് നമുക്ക് വീട് വെക്കാം എന്നുള്ളൊരിത്. ഒരു തീരുമാനം ഇല്ല എന്നല്ല, പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ആലോചിച്ചിട്ടില്ല. പെട്ടെന്ന് ഞാനും സുധേട്ടനും ഭർത്താവും ജസ്റ്റ് നമ്മളിപ്പോൾ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന ഇടയിൽ അങ്ങനെ പറഞ്ഞ് നമുക്കിങ്ങനെ ഒന്ന് വീട് വെച്ചാലോ. ഇനിയിപ്പോൾ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ അതന്നെ പറയുന്നത് വെച്ചത് നന്നായി. ഇനി ഓരോ കൊല്ലം കൂടുമ്പോൾ നമ്മൾ ഓരോരോ സാധനത്തിനും പൈസയും കൂടും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന ഏതായാലും എന്തായാലും വീട് വേണം. അപ്പോൾ എന്തായാലും വെക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങളങ്ങനെ പണിക്കരെ കണ്ട്. അപ്പോൾ പണിക്കർ പറഞ്ഞ് കുഴപ്പമില്ല നല്ല സമയമാണ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ വീട് വെച്ചു. ഇപ്പോൾ ഇതാ കുടിയിരിക്കൽ കഴിഞ്ഞു. കുടിയിരിക്കലെന്ന് പറയും ഞങ്ങളിവിടെ കുടിയിരിക്കൽ പറഞ്ഞു, ഹൗസ് വാമിങ്. അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നു. പിന്നെ ഇന്നല്ല ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. കണ്ണനാണെങ്കിൽ അംഗനവാടിക്ക് പോയി, സുധേട്ടൻ പണിക്ക് പോയി, ശ്രീകുട്ടി സ്കൂളിൽ പോയി. അപ്പം ഞാൻ തന്നെയുള്ളൂ. പിന്നെ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം അതാണ് വീട് പണി കരാർ കൊടുത്താണോ ചോദിച്ചിട്ട് കരാർ കൊടുത്തല്ല, ഞങ്ങൾ കൂടിക്ക് ചെയ്യിച്ചാണ് പണികളൊക്കെ. കമല നമുക്ക് ചോദിച്ചാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആരൊക്കെയെന്നാണ്. ഏട്ടൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് ഏട്ടൻ്റെ ഏട്ടനും ചേച്ചിയും, അതായത് ഏട്ടൻ്റെ ഭാര്യയും 2 കുട്ടികളും അമ്മയുള്ളത്. പിന്നെ ലിദിയ ചോദിച്ചത് ഹലോ ചേച്ചി വീട് അടിപൊളി ആയിട്ടുണ്ട്, വീഡിയോസൊക്കെ സൂപ്പർ ആവുന്നുണ്ട്. ഓക്കെ ലിദിയ, താങ്ക് യു. പിന്നെ വിപിൻ വിൻസെൻ്റ് അവർ ചോദിച്ചത് നവ്യൻ്റെയും ചിന്നുൻ്റെയും കാര്യമാണ്. അവർക്ക് എന്ത് പറ്റി, അവരുടെ ഫാമിലീസിൻ്റെ പ്രോബ്ലം ഉണ്ടോയെന്ന്. അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പം അങ്ങനെ പോകുന്നു. അവരെന്തായാലും ഇനി വീഡിയോസ് ഇടും. പിന്നെ ഇന്ന് രാവിലെയാണ് ഒരു കമൻറ്റ് ഉണ്ടത്, നിങ്ങളെ ചാനൽ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ കമൻസിനുള്ള മറുപടി തരുന്നില്ല എന്നിട്ട്. ഞാനിപ്പോൾ വീഡിയോ ഇട്ടാലും ഞാൻ കമൻസ് വല്ലാണ്ട് നോക്കണില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരുന്ന കമൻസ് നോക്കി വായിച്ച് പോവല്ലാതെ ഞാനിപ്പം കുറച്ച് മുന്നെയാണ് ഞാൻ കമൻസിനൊക്കെ നമ്മൾ ഹാർട്സിനെ ഇങ്ങനെ കൊടുത്തതാക്കിയതെന്ന് വെച്ചാൽ അവരുടെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ വലിയ ആളായിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് ജാടി അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ മുന്നത്തെ വീഡിയോസിന് ഞാൻ കമൻസ് ഇട്ടാൽ ഞാൻ തിരിച്ച് കമൻറ്റൊക്കെ ചെയ്യലുണ്ട്, റിപ്ലൈ തരാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാട്ടോ, അല്ലാതെ വേറെ ഒന്നും വിചാരിക്കരുത്. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ പറയാൻ. പിന്നെ ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് സങ്കടമാവേ. എന്നുവെച്ചാൽ ഞാൻ വേഗം സങ്കടപ്പെട്ട് കരയുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു നമ്മളൊരു സബ്സ്ക്രൈബർ ഇങ്ങനെ പറഞ്ഞല്ലോ വിചാരിച്ചപ്പോൾ എനിക്ക് ആദ്യം ഇന്നോട് തന്നെ എനിക്കൊരു ഇത് തോന്നുന്നത്, അയ്യോ ഞാൻ എന്താ അങ്ങനെ ചെയ്തതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കമൻസ് നോക്കാൻ മറന്നു പോവാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അവർ കമൻറ്റ് ഇട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോസ് ഇട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുകയാണ്, കമൻസിൻ്റെ റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഇന്നലെ ഇട്ട വീഡിയോസിൽ അവർ കമൻറ്റ് ഇട്ടത്.
ഒരിക്കലല്ല, ഞാൻ അങ്ങനത്തെ ഒരാൾ ഞാൻ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ഇത് വെച്ചിട്ട് ചെയ്തല്ല. എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ എന്നോട് ഇൻസ്റ്റയിൽ തന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, ചിഹ്നമില്ലേ, എന്തിനും സംശയത്തിന് ചിഹ്നം അതിനൊക്കെ അല്ലേ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അപ്പം ഒന്നും വേണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ തുടങ്ങിയെന്ന് വെച്ചാൽ എല്ലാവരും തുടങ്ങി, അപ്പോൾ ആ ഒരു ഇതിനോണ്ട് ആ ഒരു ത്രില്ല് വെച്ചിട്ട് ഞാൻ തുടങ്ങി വയ്ക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആദ്യം ഒരു ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോസ് ഇട്ടത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട്, നീ ചെയ്തോക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ട്. ആ ഒരു ഇതുകൊണ്ട് ഞാൻ പിന്നെ സുധേട്ടനോട് ചോദിച്ചപ്പോൾ സുധേട്ടൻ പറഞ്ഞു ചെയ്തോ, നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തോ. ആ ഒരു ഇതുകൊണ്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ്. അല്ലാതെ എനിക്ക് പൈസ കിട്ടുമെന്ന് വെച്ചിട്ടോ അങ്ങനെയുള്ള ഒരു ഇതുകൊണ്ടല്ല. പൈസ കിട്ടാണെങ്കിൽ അപ്പോൾ മുന്നേ ഞാനിപ്പോൾ എങ്ങനെയാണ് ജീവിച്ചത് അതേപോലെ ജീവിക്കും, യൂട്യൂബ് ഇല്ലെങ്കിലും. എന്നാലും നമ്മൾക്കൊരു ഇഷ്ടം, ആ ഒരു ഇതുകൊണ്ടാട്ടോ ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്, വീട് പണി ഇതാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒന്നല്ല, നമ്മളൊരു ആഗ്രഹം ചെയ്യുന്നുള്ളൂ. ആഗ്രഹം ജീവിക്കുമ്പോഴല്ലേ ചെയ്യുക. അതിപ്പം അതിൻ്റെ കാലം കഴിഞ്ഞാൽ, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഐസ്ക്രീം കഴിക്കണം തോന്നിയാൽ അല്ലെങ്കിൽ മിഠായി കഴിക്കണം തോന്നിയാൽ നമ്മളിപ്പോൾ കഴിക്കണ്ടേ. അത് പിന്നെ അത് കഴിഞ്ഞ് പോയാലും പിന്നെ കഴിച്ചിട്ട് കാര്യമില്ല, ആ ആഗ്രഹം തോന്നിയാൽ. അതേമാതിരത്തെ ഒരു ആഗ്രഹം പോലെയാണിത്. അപ്പം എല്ലാവരും പറയണത് വീഡിയോസ് നല്ലപോലെ ഉണ്ട്. എൻ്റെ കുടുംബക്കാർ, അതായത് എൻ്റെ റിലേറ്റീവ് പാപ്പന്മാരായാലും മേമാരിലൊക്കെ പറയുന്ന വീഡിയോസ് നല്ലപോലെ ഇടാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അവരും സപ്പോർട്ട് ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സും അവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോഴേക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറ്റി തെറ്റാണ്. ഞാനെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം മോനെന്നെ ആവി പിടിക്കണം കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഇതിലാണ്. പിന്നെ ശ്രീകുട്ടിക്ക് എക്സാം ആയിരുന്നു. ശ്രീകുട്ടിക്ക് ഇന്നലെയാണ് എക്സാം കഴിഞ്ഞത്. അപ്പോൾ ആ എക്സാമിന് തിരക്ക് അവളെ പിന്നാലെ നെട്ടോട്ടോടുക. ഇതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ സുധിയേട്ടൻ്റെ കാലിൻ്റെ ഇവിടെ നമ്മളെ ഈ തൊടഭാഗം അവിടെ വേദനയായിട്ട് അതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ ഇടുന്നുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കമൻറ്റ്സ് നോക്കല് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ കമൻറ്റ്സ് നോക്കില്ല. ഞാൻ ഓരോ തിരക്ക് കാരണം കൊണ്ടാണ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, ഓരോ തിരക്ക് കൊണ്ടാണ്. അപ്പം എനിക്ക് അങ്ങനെ അവർ പറഞ്ഞപ്പോൾ എന്തോ ഒരു സങ്കടമായി. അപ്പോൾ പിന്നെ മെയിൻ കാരണം ഞാൻ തന്നെയല്ല എന്ന് വെച്ചാൽ അവർ പറഞ്ഞത് ശരിയാണ്, ഞാൻ റിപ്ലൈ കൊടുത്തില്ല. പറയുമ്പോൾ ഞാൻ കമൻറ്റ്സ് നോക്കലില്ല. ഇങ്ങനെ വരുന്ന കമൻറ്റ്സ് ഇങ്ങനെ വായിച്ചിട്ടാക്കല്ലാതെ ഞാൻ കമൻറ്റ്സ് നോക്കിയിട്ടില്ല. ഇങ്ങനെ നോക്കലുണ്ട്, റിപ്ലൈ തരാത്ത ആൾക്കാരൊന്നല്ല. അപ്പോൾ ഇനി പേടിക്കണ്ട, ഞാൻ എന്തായാലും ഇനി കമൻറ്റ്സിനൊക്കെ റിപ്ലൈ തരും. ഞാൻ പിന്നെ ഇപ്പോൾ ഓക്കെ ആയി വരുന്നുള്ളൂ. ഓക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ആയിട്ട് നമ്മളൊന്ന് ഓക്കെ ആയിട്ട് വരുന്നുള്ളൂ എല്ലാതായിട്ടും. ഇതിനെ ഞാനൊരുവിധം പണികളൊക്കെ ഒരുക്കി വെച്ച് വേഗം വീഡിയോ എടുക്കാനുള്ള ഇതുകൊണ്ട്, മക്കൾ വരുന്ന മുന്നേ വീഡിയോ എടുത്ത് തീർക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ വരുന്നത്. ഞങ്ങൾ പണിയൊക്കെ ഒരുക്കി വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ആയിട്ടും പിന്നെ നമ്മൾ വീടായിട്ടും പിന്നെ നമ്മൾ ഓരോ പണികളും അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞ് വരുന്നുള്ളൂ. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ വീട് കാണാനും ഞങ്ങൾക്ക് കുടുംബക്കാരായാലും വീട്ടിനടുത്തുള്ളവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വേറെ സൈഡിൽ കൂടെ നടത്തുന്നുണ്ട്. ആ ഒരു ഇതുകൊണ്ടൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരും. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ എന്തായാലും അങ്ങനത്തെ പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ്സ് തന്നെ ഞാൻ ഇപ്പം ഇന്ന് ആ കമൻറ്റ് കണ്ടതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള കമൻറ്റ്സൊക്കെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും ആരും വിചാരിക്കരുത് ഞാൻ റിപ്ലൈ തരാത്തതിന്, ആരും ഒന്നും വിചാരിക്കരുത്. ഇനി എന്താണെന്ന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എന്തിനും. പിന്നെ ഞാനെന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. പിന്നെ എൻ്റെ ഈ ചാനലിലുള്ള വീഡിയോസ് ഒക്കെ മറ്റുള്ളവർക്ക് ഷെയറും കൂടി ചെയ്യുക. പിന്നെന്താ എന്നാൽ ഓക്കെ, കൂടുതൽ ഇതാക്കില്ല. എനിക്ക് കൂടുതലിങ്ങനെ പറയുമ്പോഴേക്ക് കിതപ്പ് വരും, ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കൂടുതൽ ടെൻഷൻ ആകുമ്പോഴും കിതപ്പ് വരും. അപ്പോൾ ഞാനൊന്ന് ഓക്കെ ആവട്ടെ. അപ്പോൾ എന്തായാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.